പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നോ? ഈ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇതുവരെ കടന്നുവന്ന പാതയെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വർഷം ആരംഭം മുതൽ ഇത്രയും കാലം 4 മാസത്തോളം കടന്നു വന്നിരിക്കുന്നു അല്ലേ? ആ ദിവസങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? ദൈവം എങ്ങനെ നടത്തിക്കൊണ്ടുവന്നു? വളരെ പ്രയാസങ്ങളുണ്ടായിരുന്നു, വല്ലാത്ത പോരാട്ടങ്ങളുണ്ടായിരുന്നു. പുതിയ വർഷം ആരംഭിച്ചപ്പോൾ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചു. പക്ഷേ കടന്നുവന്ന പാതകളെല്ലാം വളരെ ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും മാത്രമാണെന്ന് വിചാരിക്കുകയാണോ? ഈ വർഷം മാത്രമല്ല, ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെയാണ്. വല്ലാത്ത പ്രശ്നങ്ങളും നിന്ദകളും ഞെരുക്കങ്ങളും പോരാട്ടങ്ങളും മാത്രമേയുള്ളൂ എന്ന് ചിന്തിച്ച് വിഷമിക്കുകയാണോ? ദൈവം ഇന്ന് നിങ്ങൾക്കൊരു വാക്ക് വെച്ചിരിക്കുന്നു. എന്താണെന്നാൽ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിധം. വേദപുസ്തകത്തിൽ 90-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ മോശ എന്നൊരു ഭക്തൻ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, ദൈവമേ, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങൾ കടന്നുവന്ന പാതകളിലെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടേയുള്ളൂ. ഓരോ കാര്യം കടക്കുമ്പോഴും വേദനയും ഞെരുക്കവും കഷ്ടപ്പാടും മാത്രമേയുള്ളൂ. നിന്ദകളും അപമാനങ്ങളുമാണ്. ഞങ്ങൾ എന്തുമാത്രം വേദനകൾ അനുഭവിച്ചുവോ അവയ്ക്ക് സമമായി ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഇതുവരെ ഒരു സന്തോഷവുമില്ല. ദുഃഖങ്ങളിലൂടെ കടന്നുവന്നു. ഇനിയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കണേ എന്നൊരു മനോഹരമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനങ്ങളെ യഹോവ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്നു. അപ്പോൾ വെള്ളത്തിന് പ്രശ്നം, ഭക്ഷണത്തിന് പ്രശ്നം, പല പോരാട്ടങ്ങൾ, പാമ്പുകടി കൊണ്ടുള്ള പ്രശ്നം, ഇങ്ങനെ അനേകം പ്രശ്നങ്ങളും മരണങ്ങളുമെല്ലാം കണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ ഞങ്ങൾ അനുഭവിച്ചു. ഇനിയെങ്കിലും സന്തോഷിപ്പിക്കണമേ. അതേപോലെ ദൈവം അവരെ കൊണ്ടുവന്ന് കനാൻ ദേശത്ത്, പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുവന്ന് അവരെ സന്തോഷിപ്പിച്ചു. നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യും. ഇതുവരെ നിങ്ങൾ കടന്നുവന്ന പാത മരുഭൂമിയായിരിക്കാം. കുണ്ടും കുഴികളുമുള്ള പാത, ആപത്തുള്ള പാത. ഓരോ ദിവസവും ഞെരുക്കവും പോരാട്ടവും മാത്രമേയുള്ളൂ. ഇതാണ് ജീവിതമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല. സന്തോഷത്തിന്റെ ദിവസങ്ങൾ നിങ്ങൾക്കായി വരുന്നുണ്ട്. നിങ്ങളും ഇങ്ങനെ പ്രാർത്ഥിക്കൂ. അനർത്ഥ ദിവസങ്ങൾക്ക് സമമായി ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ദൈവം ചെയ്തു. മോശയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും അങ്ങനെ ചെയ്യും. ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷമുള്ളതായിരിക്കും, ആനന്ദമുള്ളതായിരിക്കും. നിങ്ങളത് കാണാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം ലാഭമായി മാറും, തോൽവി ജയമായി മാറും, നിന്ദയും അപമാനങ്ങളും മഹത്വമുള്ളതായി മാറും, വ്യാധികൾ ആരോഗ്യമുള്ളതായി മാറും. വേദനകൾ അനുഭവിച്ച ദിവസങ്ങൾക്ക് സമമായി സന്തോഷം അനുഭവിക്കും. പണപ്പോരായ്മ, കഷ്ടപ്പാട് ഇതുമാറി സമൃദ്ധിയോടെ നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറും. വിശ്വസിക്കൂ. വിശ്വാസത്തോടെ ഇന്ന് മോശയെപ്പോലെ പ്രാർത്ഥിക്കൂ. ദൈവമേ, ഞങ്ങൾ അനർത്ഥങ്ങൾ അനുഭവിച്ച വർഷങ്ങൾക്ക് സമമായി ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ മകന്റെയും മകളുടെയും ജീവിതത്തിൽ ഇന്ന് തന്നെ ഒരത്ഭുതം നടക്കണം. അവരുടെ ദുഃഖം സന്തോഷമായി മാറണം. ഒരത്ഭുതത്തെ കാണിച്ച് സന്തോഷിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ